നമസ്കാരം. ആരോഗ്യം ആനന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരത്തെ SCP ഹോസ്പിറ്റലിലെ സീനിയർ സർജനായ കാർഡിയോവാസ്കുലർ സർജനായ ഡോക്ടർ ഉണ്ണികൃഷ്ണ. പക്ഷാഘാതമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ വേണ്ടപ്പെട്ടൊരാൾക്കത് വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഡോക്ടറെ കുറിച്ചിട്ടാണ്. അത്തരത്തിലൊരു ചികിത്സയാണ് ഡോക്ടർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്തൊക്കെയാണ് ഈ സ്പെഷ്യാലിറ്റി, ഈ സർജറിയുടെ അല്ലെങ്കിൽ ഈ കാർഡിയോവാസ്കുലർ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി എന്ന് പറഞ്ഞത് ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ സ്പെഷ്യാലിറ്റി ആയിരുന്നു. പക്ഷേ ഇന്ന് പലതരം രോഗികളും ഹൃദയ സംബന്ധമായും ശുദ്ധരക്തധമനി അസുഖങ്ങളായും ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങളായും വരുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 90% രക്തധമനി അസുഖങ്ങൾ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ ക്ലിയർ ചെയ്യാനാണ്. അതായത് ശുദ്ധരക്തക്കുഴലുകൾ അസുഖം വരാം, അശുദ്ധ രക്തക്കുഴലിൻ്റെ അസുഖം വരാം. അതൊരു 90% ശുദ്ധരക്തക്കുഴലിലുള്ള അസുഖം കൊണ്ടാണ്. അതായത് നമ്മുടെ ഹൃദയം ശുദ്ധരക്തം പമ്പ് ചെയ്ത് തലച്ചോറിൽ നിന്ന് കൈയിലേക്ക്, പിന്നെ കാലിലേക്ക്, വൃക്കയിലേക്ക്, എല്ലാ അവയവങ്ങളിലേക്കും ശുദ്ധരക്തം കൊണ്ടുപോയി ഓക്സിജനും ഹോർമോൺസ്, ഗ്ലൂക്കോസ് അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും കൊടുത്ത് അത് അശുദ്ധ രക്തം വഴി തിരിച്ച് ശ്വാസകോശത്തിലേക്ക് പോയി ഓക്സിജനേഷന് വേണ്ടി വരുന്നു. അതെറോസ്ക്ലറോസിസ് എന്ന ഒരു അസുഖമാണ് കൂടുതലായത്. അത് എന്താ പറയുക, ഒരു 60-65 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ അസുഖങ്ങൾ രോഗികൾക്കുണ്ടാകുന്ന അസുഖങ്ങളാണ് ഇത് പറയുന്നത്. ഈ രക്തധമനിയുടെ അസുഖമുണ്ട്. അതായത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം രക്തക്കുഴലിൽ തടിഞ്ഞുകൂടി ഏത് അവയവങ്ങളിലേക്കാണോ ഈ രക്തോട്ടം പോകേണ്ടത് അതിലേക്കുള്ള കുറവ് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് സാധാരണ ഈ ശുദ്ധരക്തധമനി അസുഖങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മുഖ്യമായത് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലിൻ്റെ തടസ്സം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു. തലച്ചോറിലേക്ക് പോകുന്ന ഈ കഴുത്തിലേക്ക് കൂടെ പോകുന്ന കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ശുദ്ധരക്തധമനിയിലെ അസുഖം കൊണ്ടാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ചില ആൾക്കാർക്ക് 1-2 ഫർലോങ് നടക്കാൻ പറ്റും, പിന്നെ അവർക്ക് നിൽക്കണം. അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ആ ദൂരം കുറഞ്ഞ് അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കാലിൽ വേദന വരാം, പിന്നെ കറുപ്പ് നിറം വരാം, തനിയെ ഒരു കാരണമില്ലാതെ തന്നെ തട്ടാതെയോ മുട്ടാതെയോ ഒരു ചെറിയൊരു വ്രണം വരാം. ആ വ്രണം ശരിക്കും ചികിത്സയില്ലെങ്കിൽ രക്തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോയാൽ കാലിന് നഷ്ടപ്പെടാനുള്ള ഒരു. അപ്പം അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും ഹൃദയം ഒഴിച്ച് എല്ലാ അവയവങ്ങളിലേക്കുള്ള ശുദ്ധരക്തക്കുഴലിൻ്റെ അസുഖങ്ങൾ അത് ഓപ്പറേഷൻ മുഖാന്തരവും മരുന്ന് മുഖാന്തരവും കീഹോൾ സർജറി മുഖാന്തരം ഇങ്ങനെ 3 തരം ചികിത്സയും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ബ്ലോക്കാണോ വരുന്നത് അതോ അവിടെ സങ്കോചിക്കുകയാണോ? അല്ല, സങ്കോചിക്കുകയല്ല. കൂടുതലായിട്ടും ഈ എന്താ പറയണ്ടേ, പ്രായം കൂടുന്തോറും പലരും പുകവലി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് പ്രമേഹത്തിൻ്റെ അസുഖം വരുന്നു, പിന്നെ BP അധികമായി വരുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ കൂടുതലും ആണുങ്ങളിലാണ്. ഒരു 10 രോഗികളെ എടുത്താൽ 8-9 പേരും ആണുങ്ങൾക്കാണ് ഈ ശുദ്ധരക്തക്കുഴലിൻ്റെ അസുഖം കൂടുതൽ വരുന്നത്. പക്ഷാഘാതം, കാലിലേക്കാകും. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ഇതിനൊരു പ്രൊട്ടക്റ്റീവാണ്. അത് കഴിഞ്ഞ് അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ നിൽക്കുന്നവരെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് അതിൻ്റെ വിഷമം വരുന്നത്. അപ്പോൾ ആണുങ്ങൾക്ക് ഒരു 40, 50, 60 വയസ്സാകുമ്പോൾ വരുന്നത് സ്ത്രീകളിൽ ഒരു 70, 80 വയസ്സോ കഴിഞ്ഞാൽ വരുന്നുള്ളൂ. അപ്പോൾ ആ ബ്ലോക്ക് വന്നാൽ അതിന് ഏർലിയറായിട്ട് ഒരു 50% വരെ അതിൻ്റെ ബ്ലോക്ക് വരികയാണെങ്കിൽ അതിന് വലിയൊരു സുഖക്കേടായിട്ടോ പ്രശ്നമായിട്ടോ തോന്നില്ല. അതിൽ കൂടുതൽ തടസ്സം വന്നു കഴിഞ്ഞാൽ ഏത് അവയവത്തിലേക്കാണോ രക്തോട്ടം കുറയുന്നത് ആ അവയവത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വരും, നടക്കാൻ ബുദ്ധിമുട്ട് വരും. ഈ പക്ഷാഘാതത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവർക്ക് കണ്ണിലിങ്ങനെ ഇരുട്ട് കയറുന്ന മാതിരി തോന്നാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം എടുക്കാൻ സമയത്ത് കയ്യിൽ നിന്ന് വീഴുക, പെട്ടെന്നൊരു ബലക്കുറവ് തോന്നുക, നടക്കുമ്പോൾ ചെറിയ ബലക്കുറവ് തോന്നുക. പക്ഷേ അത് 1 മിനിറ്റോ 1 മണിക്കൂറോ 1 ദിവസമോ നിന്ന് കഴിഞ്ഞാൽ തന്നെ മാറും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കൈയും കാലുമായിട്ട്
തളർച്ചയോ വീക്ക്നെസ്സോ വന്നാൽ അത് ഒട്ടും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് ഒന്നുമില്ലൊരു MD ഫിസിഷ്യനെ കാണിക്കണം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ന്യൂറോളജി. ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാതരം സ്പെഷ്യലിസ്റ്റും ഇഷ്ടംപോലെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ വരെ ഉള്ളതാണ്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു MD ഫിസിഷ്യനെ ആദ്യം കാണുക. അവരായിരിക്കും ഒരു ജനറലായിട്ട് നമുക്ക് പരിച്ചു വെച്ച് വിഷയങ്ങൾ പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതാണ് ശരിക്കും നോൺ കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷാഘാതം, കാലിലേക്കുള്ള രക്തോട്ടം കുറവ് വരുന്നത്, ഹൃദയത്തിലേക്കുള്ള രക്തം, കൊറോണറി ആർട്ടറി, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഉടനെ ഓപ്പറേഷന് വേണ്ടി വന്നു, കീ ഹോൾ സർജറി വേണ്ടി വന്നു. ഇതെല്ലാം വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ AF ഉള്ള അവർക്ക് ഇതൊക്കെ ഈ പക്ഷാഘാതമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. AF ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നതാണ്. AF എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുണ്ട്, അറകളുണ്ട്. അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ശുദ്ധരക്തം പമ്പ് ചെയ്യുന്നത് മഹാധമനിയിലൂടെ ദേഹത്തെല്ലാം പോകും. അശുദ്ധരക്തം പമ്പ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ, അത് ശുദ്ധീകരിക്കാൻ രക്തം ശ്വാസകോശത്തിൽ പോകുന്നത്. ഈ ഒരു ഈശ്വരൻ നമുക്ക് നമ്മുടെ ശരീരം തന്നെ മൊത്തം സൃഷ്ടിച്ചിരുന്നത് വളരെ വിപുലമായ ഒരു എൻജിനീയറിങ് സെറ്റപ്പോടു കൂടിയാണ്. നമ്മളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോ അസുഖത്തിനും എന്താ കാരണങ്ങൾ. അതായത് ഇപ്പോൾ ഈ AF വരുന്നത് പ്രായമുള്ള ആൾക്കാർക്ക് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാൽവിന് തടസ്സം വന്നാലും ബ്ലഡ് കളക്ട് ചെയ്ത് അവിടെ ഇരിക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന രക്തം പൂർണ്ണമായും ആ ക്യാവിറ്റിയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ശുദ്ധീകരിക്കാൻ രക്തമോ ഒരു ഏട്രിയം എന്ന് പറഞ്ഞ ഒരു ചേമ്പറിൽ വന്ന് ഓരോ പ്രാവശ്യം വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തു പോകുമ്പോൾ അത്രയും ബ്ലഡ് ഇതിലേക്ക് ഇറങ്ങി വരും. ഒരു കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യണം. അവിടെ വാൽവിന് കുഴപ്പമുണ്ടാവുകയോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അതിൻ്റെ ഏട്രിയത്തിൻ്റെ എന്തെങ്കിലും ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നാൽ അവിടെ ക്ലോട്ടിങ് വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്കായി ആ ക്ലോട്ടാണ് പമ്പ് ചെയ്യുമ്പോൾ തലച്ചോറിലേക്കോ കാലിലേക്കോ വേറെ കയ്യിലേക്കോ വേറെ പല അവയവങ്ങളിലേക്കും പോയാൽ അത് പെട്ടെന്നായിരിക്കും അതിൻ്റെ ബ്ലോക്കേഡ് വരിക. അതൊരു സ്ട്രോക്കായിട്ട് വരാം തലച്ചോറിലേക്ക്. കാലിലേക്ക് തീരെ അനക്കാൻ പറ്റാതെ വരാം. പിന്നെ കാലിൻ്റെ സെൻസേഷൻ കുറയാം, അവർ നടക്കാനേ പറ്റില്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് വന്നത് പിന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എംബോളിസം എന്ന് പറയും. ആ ക്ലോട്ട് കാലിലേക്ക് വന്ന് തടസ്സം പെട്ടെന്ന് വന്നുകൊണ്ട്. മറ്റുള്ള ആത്രോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ജീവിതശൈലി അസുഖങ്ങൾ എന്ന് വെച്ചാൽ അത് സാവകാശം വരുന്നതാണ്, അത്രയും പെട്ടെന്ന് വരില്ല. വളരെ കലശലായി വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് വരാം. പക്ഷെ അതിനൊരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഒരു 6-7 മാസമായിട്ട് ഇങ്ങനെ ചെറിയൊരു വാദം മാതിരി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ നടന്ന് 1/2 കിലോമീറ്ററായി, 100 മീറ്ററായി, ഇപ്പോൾ 10 അടി നടക്കാൻ പറ്റും. അത് ഒരിക്കലും ഈ ക്ലോട്ട് വന്നിട്ടുള്ളതല്ല. അത് ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗം. കൊഴുപ്പിൻ്റെ അംശം കാലിലേക്കുള്ള രക്തക്കൂട്ടത്തെ തടഞ്ഞു നിർത്തിയിട്ട് രക്തോട്ടം കുറയുന്നതിൻ്റെയാണ്. എംബോളസ് എന്ന് പറയുന്നത് ഏട്രിയൽ ഫിബ്രിലേഷനിൽ എംബോളസ് വന്നാൽ എല്ലാം പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ആ ഒരു അബ്രപ്റ്റ് അല്ലെങ്കിൽ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയും, പെട്ടെന്നുണ്ടാവുന്ന, ഇതിനു മുമ്പ് ഒരു സിംറ്റം ഇല്ലാതെ പെട്ടെന്നുണ്ടാവുന്ന അസുഖത്തിനാണ് എംബോളസ് എന്ന് പറയുന്നത്. മറ്റൊരു ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായി കൊഴുപ്പിൻ്റെ അംശം കാലക്രമേണ കുമിഞ്ഞുകൂടി അതിന് തടസ്സം ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മുടെ UK NHS ഇപ്പം 2 ആഴ്ച മുമ്പ് ഒരു റിപ്പോർട്ട് കണ്ടതാണ്. AF കണ്ടുപിടിച്ചിട്ട് അതുവഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് AF പേഷ്യൻ്റ് സ്കാനിങ് റിപ്പോർട്ട് സ്കാൻ ചെയ്ത് അതിൽ AF ഉള്ളവരെ കണ്ടുപിടിച്ച് അങ്ങനെ അവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കണ്ടെത്തൊരു തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ സാധാരണ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഹൃദയം ഇപ്പം നമ്മൾ അറിയാതെ തന്നെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാണ്. നമ്മുടെ ലിവർ, കിഡ്നി, ബ്രെയിൻ എല്ലാം മനസ്സിലായി. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 60 തൊട്ട് 80 പ്രാവശ്യം ഹൃദയം പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ രക്തതങ്ങളെ നിയന്ത്രിക്കുന്നു. അതേസമയം ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നാൽ ഈ ഏട്രിയത്തിൽ നിന്നൊരു ഫില്ലിംഗ് ഉണ്ട്, ചെറിയൊരു കൺട്രാക്ഷൻ. അത് ഫിബ്രിലേഷൻ വെച്ച് ഇങ്ങനെ അണങ്ങിക്കൊണ്ടിരിക്കും. ശരിക്കും ഒരു ഇവിടെ നിന്ന് ബ്ലഡ് പുഷ് ചെയ്യും, വെൻട്രിക്കിളിലെത്തും, വെൻട്രിക്കിൾ പുഷ് ചെയ്യും, അടുത്ത സൈക്കിളിങ്. ആ ഒരു പ്രവർത്തന ശൈലി മാറി ഇത് ഇങ്ങനെ ഫിബ്രിലേഷൻ വെച്ചാൽ ഇഫക്റ്റീവായിട്ട് കൺട്രാക്ഷൻ ഇല്ലാതെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് നെഞ്ചിടിപ്പ് തോന്നും, റിതമില്ലാതെ ഏട്രിയൽ ഫിബ്രിലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും അത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാർക്ക് പലപ്പോഴും അത് ഈ 60-80 റേറ്റ് എന്നുള്ളത്
പോയി 120, 150, 200 വളരെയധികം ഫാസ്റ്റ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഇങ്ങനെ പടപട പാൽപിറ്റേഷൻ എന്ന് പറയും, പിന്നെ പടപട അടിക്കും. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഓടുകയോ ഒരു വെയിറ്റ് എടുക്കുകയോ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നത് നാച്ചുറൽ, ഒരു സെക്കൻഡ്സ് ഉണ്ടായത് നോർമലാവും. ഇതങ്ങനെയല്ല, പെർസിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടായെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയും. അത് നമുക്ക് ECG എടുത്താൽ അറിയാൻ പറ്റും. വെറുതെ കൈകൊണ്ട് എക്സാമിൻ ചെയ്യാതെ തന്നെ മനസ്സിലാവും. അത് കൺഫേം ചെയ്യാനാണ് ECG എടുത്തിട്ട് ഏട്രിയൽ ഫിബ്രിലേഷൻ ഇപ്പോൾ ബ്ലഡ് തിന്നർ ഗുളികകൾ കൊടുക്കണം. പിന്നെ എക്വസ്പ്രിൻ അല്ലെങ്കിൽ സാധാരണ അവരിപ്പോൾ കൊടുക്കുന്നത്, പണ്ട് നമ്മൾ വൈറ്റമിൻ K ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞ് ഇതാണ് എസിട്രോം, വാർഫറിനൊക്കെ. ഇപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ പ്രശ്നം 1 മില്ലിഗ്രാം ഡോസ് കൂട്ടുകയും കുറയ്ക്കുമ്പോൾ അതിൻ്റെ ലെവൽ ഓഫ് ആൻറ്റികോഅഗുലേഷൻ വ്യത്യാസം വരും. ഇപ്പോൾ നമുക്ക് റിവറോക്സബാൻ, അപ്പിക്സബാൻ, ഡാബിഗാസ്റ്റിൻ അങ്ങനെ പല, അതായത് ഫാക്ടർ 10A ആൻറ്റഗോണിസ്റ്റ്, അതെ, പിന്നെ അങ്ങനെ എന്താ പറയണ്ടേ, ഈ പല ഫാക്ടർ 10A ആൻറ്റഗണിസ്റ്റ്, അതാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത്. അതൊരു നല്ലൊരു ബ്ലഡ് തിന്നറാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നുള്ള സ്ട്രോക്ക് ഉണ്ടാവാനോ കാലിലേക്ക് രക്തം കട്ടപിടിച്ച് ഇറങ്ങാനോ സാധ്യത ഒരു 90-95% വരെ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് മിക്സ്ഡ് ആണ്. അതെ, ഇപ്പോൾ തണുപ്പ്, കുറച്ച് കഴിയുമ്പോൾ ചൂട്, അങ്ങനെ മിക്സ്ഡ് ആണ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ തന്നെ ഹൈ കോൾഡാണ്, -20 വരെ എത്തിക്കഴിഞ്ഞു. അപ്പം അവരുടെ ഈ തരത്തിലുള്ള ഈ പക്ഷാഘാതം വരുന്നതിനൊക്കെ ഉള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ ഡോക്ടർ നോക്കുന്ന ആ കാറ്റഗറിയിലുള്ള വാസ്കുലർ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇതൊക്കെ വരുന്നതിനുള്ള ചാൻസ് അവരിൽ എങ്ങനെയായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ജിയോഗ്രഫിക്, അതായത് ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൈമറ്റിൻ്റെയും ലൈഫ് എക്സ്പെക്റ്റൻസി, അതെല്ലാം പല ഫാക്ടേഴ്സ് ഉണ്ട് ഇത് വരാനായിട്ട്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് കണക്കെടുത്തപ്പോൾ കേരളത്തിൽ ആണുങ്ങൾ 74 വയസ്സ് വരെയും സ്ത്രീകൾ 76 വയസ്സ് വരെയും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അത് കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ട് 76, 78 അങ്ങനെ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. കുറച്ച് സ്ത്രീകളിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. അങ്ങനെ ഒരു 75 അല്ലെങ്കിൽ 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഏട്രിയൽ ഫിബ്രിലേഷൻ വലിയൊരു കാരണമില്ലാതെ തന്നെ വരാം. ആ ഏട്രിയത്തിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെർവസ് കണ്ടക്ഷൻ ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലും വിഷമം കൊണ്ടോ ഏട്രിയൽ ഫിബ്രിലേഷൻ വരാം. ഒന്ന്. രണ്ടാമത്തെ, എല്ലാ വാസ്കുലർ അസുഖങ്ങൾക്കും ഇന്ത്യയിലുണ്ടാകുന്നതിൻ്റെ ഒരു 5-10 ഇരട്ടി യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കണ്ടുവരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി ഒന്ന്. രണ്ടാമത്തെ അവരുടെ ഭക്ഷണക്രമം, ഹൈ പ്രോട്ടീൻ. അപ്പോൾ പിന്നെ അവരുടെ ബോഡി സൈസ്, പിന്നെ അവർ അധികം ഓട്ടവും ചാട്ടവും ഒന്നും ഉണ്ടാവില്ല, കുറച്ച് പേര് ഒഴികെ. കൂടുതൽ ആൾക്കാരും അത് എക്സസൈസും ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും. പിന്നെ ഈ ക്ലൈമറ്റ് പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 32-33 ഡിഗ്രിയാണ് പകൽ ടെമ്പറേച്ചർ. അത് രാത്രി ഒരു 26-28 വരും. അവിടെ ഇപ്പം ന്യൂസിലാൻഡിൽ ഞാനൊരു പേഷ്യനെ കണ്ടു കഴിഞ്ഞ ആഴ്ച. കോട്ടയത്ത് നിന്നൊരു ലേഡി ഹസ്ബൻഡ് അവിടെ താമസിക്കുക, 2 ഡിഗ്രിയാണ്. ചിലപ്പോൾ ടെമ്പറേച്ചർ സമ്മറിൽ 10 ആവും. ഇപ്പം ന്യൂയോർക്കിൽ 30-32 ആവും, അതേസമയം 5-10 ആവും. അവർക്കാണ് ശരിക്കും മാക്സിമം വേരിയേഷൻ വരുന്നത്, ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നത് അവർക്കാണ്. അത്രോസ്ക്ലറോസിസും അവർക്കാണ് കൂടുതൽ. വാസ്കുലർ ഡിസീസ് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാതരം വാസ്കുലർ ഡിസീസും അവർക്കാണ് കൂടുതൽ വരുന്നത്. അതായത് ഞാൻ ഇപ്പോൾ 997 തൊട്ട് കഴിഞ്ഞ ആഴ്ച വരെ ചെയ്ത് 304 ഈ സ്ട്രോക്ക് പ്രിവെൻഷൻ സർജറിയാണ്. അതേസമയം അവിടെയുള്ളൊരു സർജൻ ഒരു ഷണ്ട് കണ്ടുപിടിച്ച ആൾ 5000-6000 ചെയ്യുന്നത്. ഒരു കൊല്ലം 100,000 ആൾക്കാർക്ക് അവിടെ ഇതേ ഓപ്പറേഷൻ അവർ ചെയ്യും. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പം ഞാൻ ഒരു വർഷം ചിത്രയിലുണ്ടായിരുന്നപ്പോൾ 52 പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റെക്കോർഡ്. അത് റെക്കോർഡ് ഇൻ ദ കൺട്രി. ഇപ്പോൾ അവിടെ ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത ആൾക്കാരെന്നെ അവർ 30-25 ആ ലെവലേ ഉള്ളൂ. അതൊരു ലക്കി ഇയറായിട്ട് എടുക്കുകയാണ് 2015. അപ്പം നമ്മളുടെ ഏത് തരം വാസ്കുലർ ഡിസീസസ് ആയാലും ഇന്ത്യയിൽ തീർച്ചയായിട്ടും കുറഞ്ഞാണ് ഇൻസിഡൻസ് ഉള്ളത്, കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ പലതും കണ്ടുപിടിക്കാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ വലിയ ഗ്രാമങ്ങളിലും അവിടെ എവിടെയും. പിന്നെ കാലിൽ നടക്കാൻ വേദന വന്ന് രക്തോട്ടം കുറവാണെങ്കിൽ അവർ പറയും അത് വാദത്തോണ്ട് വരുന്നതാണ്. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മളൊരു ആയുർവേദ ടെൻഡൻസി ഉണ്ട് നമുക്ക്.
പിന്നെ ഒരു 70, 75, 80 വയസ്സാ ചെറിയ ആക്സെപ്റ്റൻസ്, നമ്മൾ ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾക്ക് പോവില്ല. എന്താ വെച്ചാൽ പല കാരണങ്ങൾ, ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പലതരം ടെസ്റ്റിങ് ചെയ്യണം, പിന്നെ അതെന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്കും ഇപ്പോൾ പേടിയാണ്. ഓരോ ഡോക്ടർ പരിശോധിക്കുമ്പോൾ അയാൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക, മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ, പക്ഷേ അതേസമയം അർജൻറ്റായിട്ട് ബുദ്ധിമുട്ട് വരാൻ തീർച്ചയായിട്ടും അലോപ്പതി നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ച് നോക്കിയിട്ട് പലതും തന്നെ പോകുന്ന അസുഖങ്ങളുണ്ട്, ട്രാൻസിയൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ സാധാരണ കൂടുതലായിട്ട് ഈ വാസ്കുലർ അസുഖങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലാണ് വരുന്നത്, വൈറ്റ് പോപ്പുലേഷൻ. അവസാനമായിട്ടൊരു ചോദ്യം, ഇവിടുന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഈ യൂറോപ്പിലായാലും ഇംഗ്ലണ്ടിലേക്കായാലും US-ലേക്കായാലും അങ്ങനെയുള്ള ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ കൺട്രീസിലൊക്കെ പോകുന്നുണ്ട്. അതായത് ആദ്യം ഹസ്ബൻഡ് പോകും, അല്ലെങ്കിൽ വൈഫ് അവിടെ ജോബ് കിട്ടി പോകും, ഫുൾ ഫാമിലി കൊണ്ടുപോകും. ഇവർ വലിയൊരു എക്സ്പെരിയൻസ് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഒരു ലൈഫ്, ബെറ്റർ ലൈഫ് എന്നൊക്കെ പറയും. പക്ഷേ ഇവരിവിടെ കപ്പയും കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിന്റെ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇപ്പം ഇവിടെ ഫുഡ് ഹാബിറ്റും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല, അവരവിടെ ചെന്നിട്ട് അവരുടെ സ്വന്തം ഫുഡ് എല്ലാം കഴിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വാണിംഗ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും വരാതിരിക്കാനായിട്ട്? വാസ്തവത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ സാധാരണ ഏഷ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലണ്ടിലോ US-ലോ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ആയിട്ടൊരു റീസൺ പറയാൻ പറ്റില്ല. പക്ഷേ എന്തുവരും ഇതിലും പുറമെ, ഞാൻ പറഞ്ഞതിലും പുറമെ ഒരു ജനറ്റിക് ഹെറിഡിറ്റി എന്ന് പറയും. എൻ്റെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ജീവനോടെ ഇരിക്കുന്നത്. അവർ മുഖാന്തരമാണ് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ നന്മയും ചിലർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റും എനിക്കുണ്ടാവാം, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ജനറ്റിക് ഫാക്ടർ കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. പിന്നെ നമ്മൾ എത്രത്തോളം ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യാതിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. പക്ഷേ എങ്കിലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ വെച്ച് ഒരു 2 to 3 times ഈ അസുഖങ്ങൾ വെള്ളക്കാരുടെ മാതിരി വരാൻ സാധ്യത ഇവിടെ നിന്ന് പോയ ആൾക്കാരിലുമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു ലേഡി വന്നു, 45 വയസ്സായി. അവർക്ക് എന്താ വെച്ചാൽ അവിടെ 2 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലേ, കാലും കൈയും ഒക്കെ അവർ സ്റ്റോക്കിങ്സ് ഇട്ടിട്ടുണ്ട്, കോട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാം നീല നിറാവുക അല്ലെങ്കിൽ വെളുത്ത നിറാവുക, അതായത് രക്തക്കുഴൽ ചുരുങ്ങി. അപ്പോൾ അതൊക്കെ സാർ ഇവിടെ കാണുന്ന അസുഖമല്ല. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നത്. 45 കൊല്ലമായിട്ട് ഞാൻ ഈ സ്പെഷ്യാലിറ്റിയിലാണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ വരുന്നതാണ്, അത്രയും ടെമ്പറേച്ചർ ഇവിടെ വരുന്നില്ല. നമുക്ക് 26, 28. നമ്മുടെ ക്ലൈമറ്റ് ഒരു പൊതുവെ ഒരു ബാലൻസ് ക്ലൈമറ്റാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഈ റേറ്റ് കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ, ഈ വാസ്കുലർ ഡിസീസിൻ്റെ തീർച്ചയായിട്ടും കുറഞ്ഞായിട്ടാണ് എനിക്ക് അനുഭവം. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ രക്തക്കുഴൽ വികസിക്കുന്ന ഒരു അസുഖമുണ്ട്. അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് പൊട്ടുവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവന് തന്നെ ഒരു അപകടമുള്ള സ്റ്റേജ്. അതിൻ്റെ ഇൻസിഡൻസും ഫോറിൻ കൺട്രീസും വെള്ളക്കാരും നമ്മളിൽ നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. കൂടുതൽ അപ്ഡേഷനായിട്ട് ഡോക്ടർ വീണ്ടും ബന്ധപ്പെടാം. നമസ്കാരം. താങ്ക് യു സോ മച്ച്.